ഹായ് ഓൾ. നമുക്ക് നല്ല ഒരു കേസ് സ്റ്റഡി നോക്കാം. റോങ് ഷാൻ ഷൻ, ചൈനീസ് നെയിമാണ്. ഇദ്ദേഹത്തിൻ്റെ ബിസിനസ് പ്രധാനമായിട്ടും ബേവറേജസ് ആണ്, കുടിക്കാനുള്ള സാധനങ്ങളാണ്. ചൈനയിലാണ്, 67 വയസ്സായി. അപ്പം ഇദ്ദേഹത്തിന് പല ഏരിയ ഉണ്ട്, ഫാർമസ്യൂട്ടിക്കൽ ഏരിയ ഉണ്ട്. പിന്നെ ബേവറേജസിനകത്ത് അദ്ദേഹം കൂടുതൽ ഉപയോഗിക്കുന്നത് കോങ് ഫു സ്പ്രിങ് എന്ന് പറഞ്ഞ, അപ്പം അത് ചൈനയിൽ പോയിട്ടുള്ളവർക്കറിയാം, അവിടെ ഏറ്റവും കൂടുതൽ വിൽക്കുന്ന മിനറൽ വാട്ടർ, അതുപോലെ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒക്കെ ഇവരുടേതാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വെൽത്ത് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 63 ബില്യൺ കഴിഞ്ഞിരിക്കുന്നു. ഇനി അത് കടന്നു പോയിക്കൊണ്ടിരിക്കും. ഒരുപാട് ചാരിറ്റി ആക്ടിവിറ്റിയൊക്കെ ഉള്ള ഇതാണ്. അപ്പം ഇതൊരു പിന്നെ നല്ല ഇൻവെസ്റ്റർ ഓപ്പർച്യൂണിറ്റിയാണ് അവർ, കാരണം ഭയങ്കര ഫാസ്റ്റായിട്ടാണ് അവരുടെ വളർച്ച. റോങ് ഷാൻ ഷൻ ഇദ്ദേഹം തുടങ്ങിയത് തന്നെ പിന്നെ 12 വയസ്സിൽ ഒരു കൺസ്ട്രക്ഷൻ വർക്കറായിട്ടാണ് ഇദ്ദേഹത്തിൻ്റെ തുടക്കം. പിന്നെ അദ്ദേഹം മഷ്റൂം ലേബറായിട്ട്, ഒരു മഷ്റൂം വളർത്തി കൊടുക്കുന്നതായിട്ട്, പിന്നെ അത് കഴിഞ്ഞാണ് ഈ ബേവറേജസിൻ്റെ ഒരു സെയിൽസ്മാനായിട്ട് തുടങ്ങുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെയാണ് സ്വന്തമായിട്ട് ബിസിനസ്സിലേക്ക് വരുന്നത്. അങ്ങനെ സ്വന്തമായിട്ട് ബിസിനസ്സിലേക്ക് അദ്ദേഹം വെഞ്ചർ ചെയ്തു. 1996 ചൈനയിൽ ഏതാണ്ട് ദാരിദ്ര്യമൊക്കെ മാറി ലിബറലൈസേഷൻ വരുന്ന കാലത്താണ്. അങ്ങനെ 96 അദ്ദേഹം ഈ നോൺ ഫു സ്പ്രിങ് എന്ന് പറയുന്ന സ്ഥാപനം, അപ്പോൾ ബോട്ടിൽഡ് വാട്ടർ പ്രൊഡക്ഷൻ തുടങ്ങുന്നത്. ഗ്രാജ്വലി ചൈനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബേവറേജ് അല്ലെങ്കിൽ കുടിക്കാനുള്ള സംഭവത്തിൻ്റെതായി മാറി. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് പ്രധാനമായിട്ടും നമുക്ക് റോങ്ങിൻ്റെ ഇതിൽ നിന്ന് കിട്ടാനായിട്ടുള്ളത്, പ്രധാനമായിട്ടും അദ്ദേഹം എടുത്തിട്ടുള്ള ചാലഞ്ചസ്, അദ്ദേഹത്തിൻ്റെ ഇവൻച്വൽ സക്സസ്, അദ്ദേഹത്തിൻ്റെ ഏറ്റവും കൂടുതൽ അദ്ദേഹം ശക്തി കിട്ടിയിട്ടുള്ളൊരു വെറൈറ്റി ഓഫ് ജോബ്സ് വളരെ ഏറ്റവും താഴെക്കടയിൽ തുടങ്ങി എന്നുള്ളതാണ്. അദ്ദേഹം അഡോപ്റ്റ് ചെയ്തിട്ടുള്ള ബിസിനസ്സിൻ്റെ പല ഏറ്റവും ഹമ്പിളായിട്ടുള്ള, അതിൽ നിന്ന് ഉണ്ടായിട്ടുള്ള സക്സസ് ആകുമ്പോഴത്തേക്കും നമുക്ക് റാഗ്സ് ടു റിച്ച് സ്റ്റോറി എന്ന് പറഞ്ഞാൽ എടുക്കാനായിട്ട് പറ്റും. സക്സസ് വളരെ ഇൻക്രെഡിബിളാണ് അദ്ദേഹത്തിൻ്റെ സക്സസ് വെച്ച് നോക്കുമ്പോൾ. അപ്പം വളരെ ഹമ്പിളായിട്ടുള്ള ബിഗിനിങ്, അപ്പോൾ വളരെ ഗ്രൗണ്ടഡാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് ന്യൂ ആന്ത്രപ്രണേഴ്സിന് ഇദ്ദേഹത്തിൽ നിന്ന് പഠിക്കാനായിട്ടുള്ളത് നല്ല ക്വാളിറ്റിയാണ്. അവരുടെ ആ പിന്നെ ബോട്ടിൽ തുറക്കുമ്പം പോലെയുള്ള ക്വാളിറ്റി, പിന്നെ ആ ക്വാളിറ്റിക്ക് അത് വളരെ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തു എന്നുള്ളതാണ്. വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഓപ്പറേഷൻസ്, പിന്നെ അതൊരു വാട്ടർ എടുക്കുന്നതും ഫിൽറ്റർ ചെയ്യുന്നതും ക്വാളിറ്റി വരുത്തുന്നതും ഒക്കെയുള്ള ആ ഒരു ക്വാളിറ്റിയിൽ അവർ ഇമ്പോർട്ടൻസ് കൊടുത്തു. കസ്റ്റമർ സെൻട്രിക് ആയിട്ടുള്ള എന്ന് പറഞ്ഞാൽ ഈ ബിസിനസ് കസ്റ്റമർക്ക് പ്രയോജനം കിട്ടണം. അപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ബിസിനസ്സിനകത്ത്, നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ്സിനകത്ത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, നിങ്ങൾക്ക് കസ്റ്റമർക്ക് എന്തുമാത്രം പ്രയോജനം കിട്ടും, അതാണോ നമുക്ക് പണം ഇങ്ങോട്ട് കിട്ടുന്നതാണോ, ഏതാണ് നിങ്ങളുടെ ഫോക്കസ്? അപ്പോൾ ഇതൊരു കസ്റ്റമർ ഡ്രിവൺ ബിസിനസ്സായിട്ട് മാറി. അപ്പം നമ്മൾ അദ്ദേഹം ചെയ്തതെന്ന് വെച്ചാൽ ഓരോ ദിവസവും എക്സ്പാൻഡ് ചെയ്യാവുന്ന, പുതിയ സ്കെയിലിലേക്ക് എക്സ്പാൻഡ് ചെയ്യാവുന്ന രീതിയിലാണ് അദ്ദേഹം ബിസിനസ്സിനെ വളർത്തിക്കൊണ്ടുവന്നത്. പിന്നെ വളരെ സ്ട്രോങ് റിലേഷൻഷിപ്പായിരുന്നു. റിലേഷൻഷിപ്പ്, അത് നെറ്റ്വർക്ക്, നല്ല കണക്ഷൻസിലേക്ക് പോയി. ആ കണക്ഷൻസ് എല്ലാം ബിസിനസ് ഗ്രോ ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങൾക്കും ഇതിൽ നിന്ന് പഠിക്കേണ്ട ഒരു പാഠം, നിങ്ങളുടെ ബിസിനസ്സിന് നിങ്ങൾ വേണ്ടത്ര കണക്ഷൻസ് നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ. പിന്നെ നമുക്ക് ഈ റോങ് ഷാൻ ഷൻ്റെ സ്ട്രാറ്റജീസ് നോക്കുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ഈ നമ്മൾ വെള്ളം എവിടുന്ന് കുടിച്ചാൽ, ലോകത്ത് എവിടുന്ന് കുടിച്ചാലും വെള്ളമാണ്. പക്ഷേ അതിനകത്ത് ആ വെള്ളം നമുക്ക് കിട്ടേണ്ട രീതിയിൽ കിട്ടുന്ന ഇന്നൊവേഷൻസ്, നമുക്ക് എത്തിക്കാനായിട്ട് അദ്ദേഹം എടുത്തിട്ടുള്ള ഇന്നൊവേഷൻസ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ അതൊരു നല്ല കേസ് സ്റ്റഡി ആയിട്ട് പഠിക്കാവുന്നതാണ്. വളരെ മനോഹരമായ, പിന്നെ അതിൻ്റെ കുപ്പികളുടെ വലിപ്പം, മീഡിയം, കൂടെ കൊണ്ടുപോകാവുന്നത്, വളരെ വലുത്, ഒരു സെറ്റായിട്ട് വാങ്ങിക്കാവുന്ന രീതിയിൽ. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ കേസ് ഹിസ്റ്ററി പഠിക്കുമ്പോൾ അവരുടെ ബിസിനസ്സിൻ്റെ ചലഞ്ച് ദംസെൽസ്, ഓരോ ദിവസവും അവരുടെ ബിസിനസ് ഇത് പോരല്ലോ, ഇത് പറ്റൂലല്ലോ, ഇതിൻ്റെ അപ്പുറത്തേക്ക് പോകണമല്ലോ. പിന്നെ ആ ബിസിനസ്സിനകത്ത് മൈൻഡ് അലൈൻമെൻറ്റ്, കാരണം ചൈനയിൽ സൈക്കിൾ മാത്രം ഉണ്ടായിരുന്നൊരു കാലഘട്ടത്തിൽ കൂടെ വളർന്നു വന്നിട്ടുള്ള ആളാണ്.
അപ്പം ദാരിദ്ര്യത്തിൽ കൂടി കടന്നു വന്നിട്ടുള്ള ഒരാളാണ്. അപ്പം ആ മനുഷ്യൻ ഇതിലേക്ക് പോകുമ്പോഴത്തേക്ക് അപ്പം മൈൻഡ് അലൈൻമെൻറ്റ് സമ്പന്നനായിട്ട് അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞു. 60 ബില്യൺ മുകളിലൊക്കെ കാണാൻ പറ്റുക എന്ന് പറഞ്ഞു. പിന്നെ അങ്ങനെ ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റിലാണ്. പിന്നെ മറ്റൊരു കാര്യം നമുക്ക് ഇതിൽ നിന്ന് കാണാനുള്ളത് വളരെ സ്വിഫ്റ്റ് ആക്ഷനാണ്, വളരെ ക്വിക്ക് ആക്ഷൻ, ഡിസ്റപ്റ്റീവ് തിങ്കിങ്. ഡിസ്റപ്റ്റീവ് എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് ബ്രേക്കിംഗ്. അതായത് നമ്മൾ ഇതുവരെയുള്ള നോംസിനെയൊക്കെയാണ് ഡിസ്റപ്റ്റ് ചെയ്യുന്നത്. അതിനെ മുഴുവൻ തകർത്ത് കളഞ്ഞിട്ട് പുതിയ നോംസ് കൊണ്ടുവരിക, പുതിയ രീതി കൊണ്ടുവരിക, പുതിയ രീതിയിലുള്ള തിങ്കിങ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സക്സസ് ടൂൾസ് നോക്കുമ്പോൾ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്, അപ്പോൾ ഈ ആൾക്കാരിലേക്ക് ഇത് എത്തിക്കുക, കടകളിലേക്ക് എത്തിക്കുന്ന രീതി. പിന്നെ അവർക്ക് നടക്കുന്നത് ഇത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പ്ലാറ്റ്ഫോം. ചൈനയിൽ എങ്ങനെ തുറന്നു കഴിഞ്ഞാലും ആൾക്കാരുടെ മുന്നോട്ട് ഇത് എത്താനായിട്ടുള്ള സംവിധാനം, ഈ മെസ്സേജ് ബ്രാൻഡിങ്ങിന് വേണ്ടിയിട്ട്. പിന്നെ ഇന്നൊവേഷൻ ലാബ്സ്, എല്ലാം വെള്ളം നന്നായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, നല്ലപോലെ നല്ല പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. പക്ഷെ അവിടെ അവർ നിർത്തുന്നില്ല. അത് കഴിഞ്ഞും ഇനിയും ഇത് മാറ്റം വരുത്താൻ പറ്റുമെന്ന് അവർ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർ വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള പ്ലാനിങ്, ഹ്യൂമൻ റിസോഴ്സസ് മാനേജ്മെൻറ്റ്, പിന്നെ അവരുടെ ഒരു യങ്സ്റ്റേഴ്സിന് വീണ്ടും ഒരു ഗെയിമിഫിക്കേഷനിലൂടെയുള്ള അവരുടെ ബോട്ടിലിങ്ങിൻ്റെ ഒക്കെ ഡിസൈന്, ഇതൊക്കെയാണ് അവരുടെ ഒരു പുതിയ തലത്തിലേക്ക് അവർ പോകാനായിട്ട് ഇടയുണ്ടായത്. അപ്പോൾ കമ്പനിയുടെ കമ്മ്യൂണിക്കേഷൻസ് പലതും സാറ്റലൈറ്റ് ബേസ്ഡാണ്. അപ്പോൾ സ്റ്റോക്ക് എവിടെ കുറയുന്നു, എവിടെ കൂടുന്നു എന്ന് കൃത്യമായിട്ട്, അപ്പോൾ കുറവുള്ളിടത്തോട്ട് ഒരു സ്റ്റോക്കിൽ ഒരു കുറവും വരാതെ കൃത്യമായിട്ട് അവിടെ എത്തിക്കാനായിട്ട് പറ്റുന്നുണ്ട്. പിന്നെ സോഴ്സ് ചെയ്യുന്ന സ്ഥലം, ഒരു സ്ഥലത്ത് ചെയ്യുന്നതിന് പകരം പല സ്ഥലത്തുനിന്ന് സോഴ്സ് ചെയ്യാനായിട്ടുള്ള ഇത്. അപ്പോൾ അവിടെ എല്ലാം അത് റിഫൈൻമെൻറ്റും ബോട്ടിലിങ്ങും എല്ലാം ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഇന്നൊവേഷൻ, ഇപ്പോൾ വളരെ യുണീക്ക്നെസ്, മറ്റവരുടെ സോഫ്റ്റ് ഡ്രിങ്ക്സിനകത്തൊക്കെ ആണെങ്കിലും വളരെ യുണീക്ക്നെസ്. അപ്പോൾ പുതിയ പുതിയ കസ്റ്റമേഴ്സിനെ ആഡ് ചെയ്തുകൊണ്ടിരിക്കുക. ചൈന എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, ഇന്ത്യയെ പോലൊരു, ഇന്ത്യക്ക് അപ്പുറത്തേക്ക് ഒരു ഹ്യൂജ് മാർക്കറ്റാണ്. അപ്പോൾ അവിടെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്, കൊളാബറേഷൻ, എക്സ്പെരിമെൻറ്റേഷൻ. അപ്പോൾ ഇതിൽ കൂടി അദ്ദേഹത്തിന് ഒരു വലിയ സമ്പത്തിലേക്ക് അദ്ദേഹത്തിന് റീച്ച് ചെയ്യാൻ പറ്റി, അവിടേക്ക് എത്താനായിട്ട് പറ്റി എന്നുള്ളതാണ്. അപ്പോൾ ഈ സ്റ്റഡി നിങ്ങളുടെ ബിസിനസ്സും വളരെ സിമ്പിൾ പ്രോഡക്റ്റ് ആണെങ്കിലും കീപ്പ് ഓൺ ഇന്നോവേറ്റിംഗ്, കീപ്പ് ഓൺ ഇന്നോവേറ്റിംഗ്, കീപ്പ് ഓൺ ഇന്നോവേറ്റിംഗ്, ഇത് തന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ, അപ്പം നമ്മൾ തന്നെ സ്വയം നമ്മളെ ചലഞ്ച് ചെയ്ത്, നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നതിന് ചലഞ്ച് ചെയ്ത് എങ്ങനെ മാർക്കറ്റ് എക്സ്പാൻഡ് ചെയ്യാം, കുറച്ചുകൂടെ വാല്യൂ അഡീഷൻസ് കൂടുതൽ കൊടുക്കാൻ എങ്ങനെ പറ്റും, നിങ്ങളുടെ പ്രൊഡക്റ്റ് അത് നോക്കാൻ പറ്റുന്നത് ഒരു പക്ഷേ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഓൾ ദി ബെസ്റ്റ്.